ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം തൃക്കരിപ്പൂരിൽ സമാപിച്ചു. നടക്കാവിലെ ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികളെ ചെറുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആഹ്വാനം ചെയ്തു. 2 ദിവസങ്ങളിലായി തൃക്കരിപ്പൂരിൽ നടന്നുവരുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കാവിലെ ശ്രീലയം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ VR ബീനമോൾ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരുടെ വിഷയങ്ങളിലും പൊതുവിഷയങ്ങളിലും ജോയിന്റ് കൗൺസിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ മാതൃകാപരമാണെന്നും രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഭരണഘടനയെ നോക്കുകുത്തിയാക്കി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സേവനത്തിൽ അത് 100% കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അഴിമതിരഹിതമായ ഒരു സമൂഹത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളും വ്യക്തികളും നേതാക്കളും അങ്ങിങ്ങായി അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ അത്രയും പറഞ്ഞു, അങ്ങിങ്ങായിട്ടും അത് വലിയ തോതില്ല. ആ സേവനം കൃത്യമായി നടന്നാൽ, നിങ്ങൾ നടത്തുന്ന സേവനം കൃത്യമായി നടന്നാൽ തന്നെ നമ്മുടെ നാട് നന്നാണ്. നിങ്ങൾ മീൻസ് ജോയിന്റ് കൗൺസിലല്ല, സർക്കാർ ജീവനക്കാരാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷനായി. സംഘടക സമിതി ചെയർമാൻ M ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർമാൻ നരേഷ് കുമാർ കുന്നിയൂർ, സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ MS സുഗൈതകുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി CK ബിജുരാജ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ P രാജൻ വരവ് ചെലവ് കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് EV രാധാകൃഷ്ണൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രജേഷ് പ്രമേയവും അവതരിപ്പിച്ചു. ചർച്ചയ്ക്ക് സംസ്ഥാന ചെയർമാനും ജില്ലാ സെക്രട്ടറിയും മറുപടി നൽകി. സ്വാഗത സംഘം ജനറൽ കൺവീനർ PP പ്രദീപ് കുമാർ നന്ദി പറഞ്ഞു. ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി G സുരേഷ് ബാബുവിനെയും സെക്രട്ടറിയായി ബാനം ദിവാകരനെയും ട്രഷററായി A ആമിനെയും തെരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി യമുന രാഘവനും സെക്രട്ടറിയായി K പ്രീതയും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.